പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമുക്ക് ഭക്തിയോടുകൂടെ ഈ തിരുനാൾ കൊണ്ടാടാം. നല്ല സൂപ്പർ വിശുദ്ധനാണ് ഈ വിശുദ്ധൻ. ഈ വിശുദ്ധനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 തവണയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതെല്ലാം വളരെ കാര്യഗൗരവമുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ പുണ്യവാൻ്റെ തീക്ഷ്ണത നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഈശോ തൻ്റെ മുറിവ് കാണിച്ചു കൊടുത്തത് കൊണ്ട് ഉപകാരമുണ്ടായി. ഈശോയ്ക്കറിയാം ഇവനെ കാണിച്ചു കൊടുത്താൽ അത് വെറുതെ ആകിയല്ല. അന്ന് ഈശോയ്ക്കറിയാം, അതുകൊണ്ടാണ് കാണിച്ചു കൊടുത്തത്. നമ്മൾ എത്ര നാളായി കുർബാനകൾ അർപ്പിക്കുന്നു, എത്ര നാളായി നമ്മൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുന്നു. ഉപകാരപ്പെടുത്തിയോ? വീണ്ടും നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അണഞ്ഞിരിക്കുകയാണ്. കർത്താവേ, നിന്നെ അപ്പത്തിൻ്റെ രൂപത്തിൽ കാണാൻ പറ്റുന്ന, നിന്നെ ഞങ്ങളിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. കർത്താവേ, തോമസ് അപ്പോസ്തലൻ അങ്ങയുടെ മുറിവ് കണ്ടത് പ്രയോജനപ്പെടുത്തിയതുപോലെ ഈ തീർത്ഥാടനവും ഈ പരിശുദ്ധ ബലിയർപ്പണവും പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകളെല്ലാം നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ
കനിയണമേ കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്കൈ സ്തുതിക്കുന്നു, അങ്കൈ പുകഴ്ത്തുന്നു, ആരാധിച്ചെങ്കൈ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സർവ്വലോക രാജനേ. സർവ്വശക്തനാം ദൈവമേ നാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനി കണ്ടാവേ കാരുണ്യം തൂകണേ എങ്ങളിൽ. ലോകത്തിൻ പാവനി കണ്ടാവേ എങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലമാകത്തേരുണ്ടേടും എങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ എങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിന്റെ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങുമാത്രം പരിപാവനൻ അങ്ങുതാനേകനാദരും അങ്ങുമാത്രം പരമോന്നതൻ ത്രികൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഭാരതത്തിൻ്റെ അപ്പോസ്തലനും സുവിശേഷ സംവാഹകനുമായി ആദരിക്കപ്പെടുന്ന വിശുദ്ധ തോമസിൻ്റെ തിരുനാളിൽ അഭിമാനിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ വിശ്വസ്ത ഹൃദയത്തോടെ അങ്ങേ അന്വേഷിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ അണയുകയും അവിടുത്തെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന
ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് അബ്രഹാമിനോടും അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിതുയർക്കപ്പെട്ടവരായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോമാ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും
അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. കണ്ണ് എന്ന പദത്തിന് വേറെ 5 വാക്കുകൾ കൂടിയുണ്ട്. പര്യായ പദങ്ങളാണ്. 5 വാക്കുകൾ കൂടിയുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത് നയനം, നേത്രം, പിന്നെന്താ, ലോചനം, ദൃഷ്ടി, ചക്ഷുസ്. മറ്റൊരു വാക്ക് കൂടിയുണ്ട്. മൊത്തം 6, കണ്ണിന് 6 പദങ്ങളാണ് ഉള്ളത്. കണ്ണ് കൂടാതെ തന്നെ 5 പദങ്ങൾ. അക്ഷി. അക്ഷി. ഇപ്പോൾ ഈ സാക്ഷി എന്ന പദം, അത് കണ്ണുള്ളവനാണ് സാക്ഷി. കണ്ണുള്ളവനാണ് സാക്ഷി. അതായത് സാക്ഷി എന്നാൽ അക്ഷി ഉള്ളവൻ, അക്ഷിയോട് കൂടിയവൻ. അതാണ് സാക്ഷി എന്നാൽ അക്ഷിയോട് കൂടിയവൻ. ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട് നേരിട്ട് അറിവുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കാണാത്ത ഒരാൾ സാക്ഷി എന്നെങ്ങനെ പറയും? നമ്മുടെ ഇന്നത്തെ വ്യവഹാര വ്യവസ്ഥിതിയിൽ അതിൽ ഐ വിറ്റ്നസ് എന്ന പദം വളരെ നമുക്ക് പരിചയമുള്ള പദമാണ്. ഐ വിറ്റ്നസ്. ഐ വിറ്റ്നസ്, കണ്ണ് ഉള്ള സാക്ഷി. ഐ വിറ്റ്നസ്. അപ്പം സാക്ഷി അക്ഷിയോടുകൂടിയവനാണ് സാക്ഷി. കണ്ടിട്ടില്ലാത്തവൻ സാക്ഷിയല്ല. കണ്ടിട്ടില്ലാത്ത ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ചക്കള്ളമാണ്. അപ്പോൾ യഥാർത്ഥ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സാക്ഷിയാണ്. യഥാർത്ഥ സാക്ഷി പൂർണ്ണ സാക്ഷിയാണ്. ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് ഞാൻ യഥാർത്ഥ സാക്ഷിയാണെന്ന് ഇങ്ങനെ പറയും. എന്തൊക്കെ കണ്ടിട്ട് ഞാൻ എല്ലാം കണ്ടു എന്ന് പറയാൻ പറ്റുമോ? അതാണ് സാക്ഷി. അപ്പോൾ തോമസ് അപ്പോസ്തലൻ ഈശോയെ കാണണമെന്ന് പറഞ്ഞത് വെറുതെയാണോ? യോഹന്നാന്റെ സുവിശേഷം 20-25 വാക്യത്തിൽ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ആരെയാ കണ്ടത്? ഉദ്ധിതനായ ഈശോയെ. അവർ ഈശോയുടെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നതല്ലേ? ആ ഈശോയല്ല, മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയെ മറ്റുള്ളവർ, യൂദാസില്ല, മറ്റ് 10 പേര് കണ്ടു. 10 പേര് കണ്ടിട്ട് അവർ വളരെ ചങ്കുറപ്പോടെ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പോൾ ഈ അപ്പോസ്തലൻ കണ്ടിട്ടില്ല. അപ്പം അതൊരു കുറവല്ലേ? കാണാത്തത് കുറവാണ്. കാരണം ഇവരെല്ലാവരും പോയി കണ്ടിട്ട് പറയും. ഇവനോട് പറഞ്ഞില്ലേ? തോമസ് അപ്പോസ്തലനോട് പറഞ്ഞില്ലേ? ഇനി ബാക്കിയുള്ളവരോടെല്ലാവരോടും പോയി പറയും. അപ്പം അവരുടെ പറച്ചിലിന് ക്വാളിറ്റി ഉണ്ട്. അപ്പം 10 പേര് സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ ഉദ്ധിതനായ ഈശോയെ കണ്ടിട്ട് പറയുന്നവൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച്. അപ്പം ഈ ഒരാൾ മാത്രം കാണാതെ അയാളുടെ ക്വാളിറ്റി കുറഞ്ഞു പോവും. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവും. അത് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് കാണണമെന്ന് പറഞ്ഞത്. എനിക്ക് കാണണം, കർത്താവേ എനിക്ക് കാണണം പറഞ്ഞത്. ഇത്തിരി ആ ഇൻറ്റിമസി കൂടിപ്പോയി. അതായത് എനിക്ക് തൊടണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ പുണ്യവാളൻ്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ പലരെയും ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ പുണ്യവാളനെ തന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. കാരണം പുണ്യവാളനെ തൊട്ടു വിശ്വാസി എന്ന് പലരും പറയാറുണ്ട്.
നമ്മൾ നെറ്റിലെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ തൊടുന്ന ചിത്രങ്ങളാണ് കാണുന്നത്. അതൊരു ചിത്രകാരൻ്റെ ഭാവന മാത്രമാണ്, അല്ലെങ്കിൽ ഒരു രൂപം കൊത്തിയവൻ്റെ ഭാവന മാത്രമാണ്. ഈ പുണ്യവാൻ തൊട്ടിട്ടില്ല. കാണിച്ചു കൊടുത്തപ്പോൾ 8-ാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ 8-ാം ദിവസം വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോഴും മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തതുപോലെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഈ പുണ്യവാനെ കാണിക്കാൻ വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ തന്നെ പുണ്യവാൻ പറഞ്ഞു, അത് യോഹന്നാൻ 20:29, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്കിത് മതി കർത്താവേ, ഞാൻ ഇത്രയേ ആവശ്യപ്പെട്ടുള്ളൂ കർത്താവേ. ഈ പുണ്യവാനെ അല്ലേ തൊട്ട് വിശ്വാസി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? തെറ്റല്ലേ? ദൈവത്തിൻ്റെ കൂടെ ഉള്ള ഈ വിശുദ്ധനെ ഇനി കണ്ടത് കുഴപ്പമാണോ? ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് കണ്ടത് കുഴപ്പമാണോ? കണ്ടിട്ടല്ലേ പറയാൻ പറ്റൂ, കാണാതെ എങ്ങനെ പറയും? കാണാതെ പറയാൻ പറ്റിയല്ല. ഇവനെ കാണിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ട്, ഇവനെ കാണിച്ചു കൊടുത്താൽ കാര്യമുണ്ട്, ഇവനെ കാണിച്ചു കൊടുത്താൽ അത് പാഴായി പോകുകയല്ല എന്ന് ദൈവത്തിനറിയാം, എന്ന് ഈശോയ്ക്കറിയാം. ഇവനെ കാണിച്ചു കൊടുത്താൽ അത് പാഴായി പോകില്ല എന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈശോ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ പുണ്യവാന്റെ ധൈര്യം, ചോദിക്കാനുള്ള ധൈര്യം ഒരിക്കലും, അതായത് 3 തവണയാണ് ഈ പുണ്യവാനെ കുറിച്ച് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-16 വാക്യം, ഞങ്ങൾക്കും മരിക്കാൻ പോവാം, ഞങ്ങളും നിന്റെ കൂടെ മരിക്കാൻ വരികയാണ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇനിയും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരിക എന്ന് ചോദിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ഈ തോമസ് അപ്പോസ്തലനാണ് പറയുന്നത്. അതായത് വളരെ കാതലായ കണ്ടന്റുള്ള കാര്യങ്ങൾ ചോദിച്ചത് പുണ്യവാനാണ്. ഈ പുണ്യവാന്റെ ധൈര്യം, ചോദിക്കാനുള്ള ധൈര്യം, ഈശോയെ കണ്ടിട്ട് പ്രഘോഷിക്കാനുള്ള തീക്ഷ്ണത, ഇത് ബാക്കി 10 പേർക്ക് ഉപകാരമായില്ലേ? അവർക്കൊന്നുകൂടി കാണാൻ പറ്റിയില്ലേ? ഒരു കാര്യം 2 തവണ കാണുന്നത് അനുഗ്രഹമായില്ലേ? അപ്പോൾ ഈ പുണ്യവാൻ കാരണമല്ലേ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്? അപ്പോൾ നീ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അത് കണ്ട് വിശ്വാസി എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ പുണ്യവാന്റെ പോലുള്ള തീക്ഷ്ണതയില്ലാത്തതും കാണാത്തത് കൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ അനുഭവം കിട്ടിയിട്ട് അത് വലിയ ഒരു ദൈവ അനുഭവമായിട്ട് കണക്കുകൂട്ടാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നോക്കം പോകുന്നത്. ഈ ഒരു തവണ കണ്ടത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് അത് വലിയ സുവിശേഷ തീക്ഷ്ണതയ്ക്ക് കാരണമായെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് എത്രയെത്ര കൃപകൾ നിനക്ക് തന്നു, പ്രസാദവരം തന്നു. ഈ പുണ്യവാളൻ ഒരൊറ്റ തവണ കണ്ടത് പ്രയോജനപ്പെടുത്തിയെങ്കിൽ നിനക്ക് കിട്ടിയ കൃപകൾ നീ പ്രയോജനപ്പെടുത്തിയോ? നീ മാമോദീസയിലൂടെ നിന്റെ മാതാപിതാക്കൾ, നിന്റെ ജ്ഞാനപിതാക്കൾ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, മരണം വരെ ജീവിച്ചോളാം. ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ദൈവത്തോട് ഉടമ്പടി എടുത്തതാണ്, ജീവിച്ചോളാമെന്ന്. കുംഭസാരത്തില് ഉടമ്പടി വെക്കുകയാണ് ദൈവത്തോട്. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ ഉടമ്പടി എടുത്തതാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ ഉടമ്പടി എടുത്തതാണ്. എന്നിട്ട് കത്തോലിക്ക വിശ്വാസത്തിന് ചേരാത്ത വിധത്തിൽ ഉടമ്പടികൾ ലംഘിച്ചില്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ദൈവം കൃപകൾ തരാത്തത്. അതുകൊണ്ടാണ്. കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇവനെയൊക്കെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഇവനെയൊക്കെ എന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? അങ്ങനെ ദൈവം ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം തരുമോ? ഇപ്പം ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ബലി, ഈശോ മരിച്ചതിൻ്റെ അനുസ്മരണം നമ്മളിവിടെ കൊണ്ടാടുമ്പോഴും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത ദുരാചാരങ്ങൾ, ചരടുകെട്ടലും തൊട്ടിൽകെട്ടലും താക്കോല് പൂട്ടലും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ നടക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിന്നെ കാണിച്ചിട്ട് എന്തിനാ? ഈശോയായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യത്തിലാണ് നീ ഇനിയും ഏർപ്പാട് ചെയ്യുന്നതെങ്കിൽ നിനക്കെന്തിനാ ദൈവത്തെ കാണിച്ചു തന്നിട്ട്? നിനക്ക് ദൈവത്തെ കാണണോ? നിനക്ക് കാണിച്ചു തരാൻ ദൈവം തയ്യാറാണ്. നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം തരാൻ തയ്യാറാണ്. നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ തരാൻ തയ്യാറാണ്. നിനക്ക് ജോലി തരാൻ തയ്യാറാണ്. നിനക്ക് ഒരു വിവാഹം തരാൻ തയ്യാറാണ്. നിനക്കൊരു ഭവനം തരാൻ തയ്യാറാണ്. പക്ഷെ നീ പ്രഘോഷിക്കാൻ തയ്യാറാണോ? നിനക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നീ പറയാൻ തയ്യാറാണോ? പറയാൻ തയ്യാറാണെങ്കിൽ നിനക്ക് തന്നിരിക്കും ദൈവം. ചോദിക്ക്, ഞാൻ പറയാൻ തയ്യാറാണ്,
തോമാസ് ലീഹ ചോദിച്ചതിലൊരു ധ്വനിയുണ്ട്, കർത്താവേ ഞാൻ പറഞ്ഞോളാം കർത്താവേ, ഞാൻ പറഞ്ഞോളാം കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാണ്, മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോളാമെന്ന ധ്വനിയുണ്ട്, എനിക്ക് കാണിച്ചതാ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഈ പുണ്യവാളനെ തള്ളിക്കളയല്ലേ. നമ്മൾ പല മനുഷ്യരോടും ഉടമ്പടി വെക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉടമ്പടി മാമോദീസയിലൂടെ ഒക്കെ എടുത്ത ഉടമ്പടിയൊക്കെ ലംഘിച്ചിട്ട് വേറെ പല ഉടമ്പടികൾ എടുത്തിട്ട് എന്ത് കാര്യം? ദൈവത്തോട് പറഞ്ഞീ, നീ ദൈവത്തോട് ഉടമ്പടി വെക്കുക. ഈ തോമസ് ലീഹ എനിക്ക് കാണിച്ചു താ കർത്താവേ, ഞാൻ പറഞ്ഞോളാം എന്നൊരു ഉടമ്പടി വെച്ചത് കൊണ്ടാണ് ഈശോ കാണിച്ചു കൊടുത്തത്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളെ കാണിച്ചു തരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഇന്ന് പുണ്യവാന്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ പുണ്യവാളൻ്റെ തീക്ഷ്ണതയിൽ അല്പമെങ്കിലും ഞങ്ങൾക്ക് തരണമേ. കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും, കർത്താവിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളാനും, ഞങ്ങൾ പഠിച്ച കാറ്റഗിസമൊക്കെ പ്രാവർത്തികമാക്കാനും, അല്ലാതെ വഴിയിൽ പറയുന്നവരുടെ കാറ്റഗിസമല്ല, അവരുടെ പ്രബോധനങ്ങളല്ല, അവരുടെ ദുരാചാരങ്ങളല്ല, അവരുടെ തെറ്റായ പ്രബോധനങ്ങളിൽ വീഴുന്നവരാകാതെ എൻ്റെ സഭ പഠിപ്പിച്ച വിശ്വാസ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ, ഈ അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന വിശ്വാസ പാരമ്പര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മ അതിന് നമ്മളെ സഹായിക്കും. ഇതൊരു മരിയൻ സ്കൂളാണ്. ഈ തീർത്ഥാടനം ഒരു സ്കൂളിൽ വന്നതുപോലെയാണ്. നല്ല നല്ല പാഠങ്ങൾ പഠിച്ചിട്ട് ഈ തീർത്ഥാടനം നല്ല സൂപ്പറായിട്ട് പൂർത്തീകരിച്ച് മരിയൻ അഭിഷേകവുമായി തിരികെ പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ. പരിശുദ്ധമ്മേ, അമ്മ അവസാനം വരെ കുരിശിൻ ചുവട് വരെ ഈശോയുടെ കൂടെ നിന്ന പരിശുദ്ധമ്മേ, മരണം വരെ ഈശോയുടെ കൂടെ നിൽക്കാൻ, സത്യവിശ്വാസത്തിൽ നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുചൊല്ലാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൻ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും
അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. രക്ഷകൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. സ്വീകരിക്കുമാറാകണേ നിന്റെ സൂനുവിൻ തിരുനാമത്തിൽ. സ്വീകരിക്കുമാറാകണേ നിന്റെ സൂനുവിൻ തിരുനാമത്തിൽ. സ്വീകരിക്കുമാറാകണേ നിന്റെ സൂനുവിൻ തിരുനാമത്തിൽ. ഞങ്ങൾക്കും ലോകമെങ്ങുമേലുള്ള എല്ലാവർക്കും വേണ്ടി ദൈവമേ, ഞങ്ങൾക്കും ലോകമെങ്ങുമേലുള്ള എല്ലാവർക്കും വേണ്ടി ദൈവമേ, രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടേക്കും സമൂലമുണ്ട് നന്മയ്ക്കുമായി ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, ഞങ്ങളിലുള്ള ദാനങ്ങൾ കാത്തുപാലിക്കണമേ. അങ്ങയോട് യാചിച്ചുകൊണ്ട് അങ്ങേക്ക് അർഹമായ ശുശ്രൂഷ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഞങ്ങൾ വണങ്ങിക്കൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്ര ബലിയും അർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും മന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ നിത്യടയനായ അങ്ങ് അപ്പോസ്തലനായ വിശുദ്ധ തോമസിനെ ഞങ്ങളുടെ ദേശത്തേക്ക് അയച്ചുവല്ലോ. ആത്മാവിൻ്റെ ശക്തിയാൽ കാണാതെ വിശ്വസിക്കുന്നവരുടെ സൗഭാഗ്യം അനുഭവിക്കാൻ ഞങ്ങൾക്കങ്ങ് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടനവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധൻ ആകുന്നു. ആകയാ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി
ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതന വിശുദ്ധ തോമസ് അപ്പോസ്തലനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുണിയാണേ എങ്ങളിൽ കണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുണിയാണേ എങ്ങളിൽ കണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കണ ദിവകുണിയാണേ എന്നിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കൂദാശയിൽ അങ്ങ് ഏകജാതൻ്റെ ശരീരമാണല്ലോ ഞങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. അവിടുന്ന് ഞങ്ങളുടെ കർത്താവും ദൈവവുമാണെന്ന് തോമസ് അപ്പോസ്തലനോടൊപ്പം വിശ്വാസത്തോടെ ഏറ്റുപറയുന്ന ഞങ്ങൾ പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. അപ്പോസ്തലിക അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ അനുഗ്രഹിച്ച പിതാവായ ദൈവം അപ്പോസ്തലനായ വിശുദ്ധ തോമസിന്റെ മഹത്വമേറിയ യോഗ്യതകളാൽ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹാമധ്യസ്ഥന്റെ സഹായം നിങ്ങൾക്ക് നൽകിയ ദൈവപുത്രൻ നിത്യമായ പിതൃരാജ്യത്തിൻ്റെ ഓഹരി നേടുന്നത് വരെ നിങ്ങളുടെ മാനസങ്ങൾ പ്രകാശിപ്പിക്കുകയും നിങ്ങളുടെ കാലടികൾ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ ജനതകളെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ് വഴിയും സത്യം ജീവനുമാകുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് എല്ലാ ജനങ്ങളെയും എത്തിച്ചേർക്കുമാറാകട്ടെ. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.